ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ആരോസ് ഇംപോസിബിലിറ്റി തിയറം. ഈ തിയറം ആരാ ഫോർമുലേറ്റ് ചെയ്തത്? കെന്നത്ത് ജെ ആരോ ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആണ്. നോബൽ പ്രൈസ് വിന്നർ ഇൻ ഇക്കണോമിക്സ് കൂടിയാണ്. ഈ തിയറം പോപ്പുലറൈസ് ചെയ്തത് ഏത് ബുക്കിലാണ്? സോഷ്യൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ വാല്യൂ. ഇത് പബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1951. Arrow's impossibility theorem പറയുന്നത് ഇത്രയേ ഉള്ളൂ. The theory is a social choice paradox illustrating the flaws of a ranked voting system. It states that it is not possible to have an ideal voting system. ഈ തിയറി ഒരു സോഷ്യൽ ചോയ്സ് തിയറിയാണ്. സോഷ്യൽ ചോയ്സ് എന്താണ്? വോട്ടിങ്ങിനെ കുറിച്ചും പബ്ലിക് ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള ഒരു തിയറിയാണ്. ഇത് പറയുന്നത് എന്താ? ഒരു റാങ്ക്ഡ് വോട്ടിംഗ് സിസ്റ്റത്തിലെ ഫ്ലോസിനെ, അതിലെ കുഴപ്പങ്ങളെ കാണിക്കുന്ന ഒരു തിയറിയാണ് ഇത്. ആരോയുടെ ഇംപോസിബിലിറ്റി തിയറം പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എൻ ഐഡിയൽ വോട്ടിംഗ് സിസ്റ്റം. ഒരു ഐഡിയൽ വോട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നാണ് ആരോ പറയുന്നത്. ഒരു വോട്ടിംഗ് സിസ്റ്റം ഇൻഡിവിജ്വൽ പ്രിഫറൻസസിനെ എല്ലാം കളക്റ്റീവായിട്ട് ഒരു സോഷ്യൽ പ്രിഫറൻസ് ആക്കി മാറ്റണമെങ്കിൽ അതിന് 5 കണ്ടീഷൻസ് ഉണ്ട്. ഈ 5 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു ആക്ച്വൽ ഇൻഡിവിജ്വൽ പ്രിഫറൻസിനെ വാല്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ ചോയ്സ് അവിടെ നടക്കുന്നുള്ളൂ. ഫസ്റ്റ് ആണ് കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസിറ്റിവിറ്റി. കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വോട്ടർ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു കാൻഡിഡേറ്റ് എക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ എല്ലാ പ്രാവശ്യവും അതേ കാൻഡിഡേറ്റ് എക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ എന്നാണ്. പാരേറ്റോ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വോട്ടറിനെയും വോട്ട് ഷുഡ് ബി കൗണ്ടഡ്. ആ വോട്ടിന് വാല്യൂ ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ എ സിറ്റുവേഷൻ വേർ സം വോട്ടേഴ്സ് വോട്ട് ഇസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നോൺ ഡിക്റ്റേറ്റർഷിപ്പ്. ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ദ വോട്ടിംഗ് സിസ്റ്റം ഉണ്ടാകാനായിട്ട് പാടില്ല. അതാണ് നോൺ ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷസ് ദാറ്റ് ഓൾ വോട്ട് ഷുഡ് ബി കൺസിഡേർഡ്. നോൺ ഇമ്പോസിഷൻ, അതായത് സോഷ്യൽ ചോയ്സ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ എനി ഔട്ട്സൈഡർ. ഒരു സോഷ്യൽ ചോയ്സ് ആ സൊസൈറ്റിയുടെ ഭാഗമല്ലാത്തൊരു ഫാക്ടർ, എക്സ്റ്റേണൽ ഫാക്ടറിന് ഇൻഫ്ലുവൻസ് ആവാനായിട്ട് പാടില്ല. ഇൻഡിപെൻഡൻസ് ഓഫ് ഇർറെലവൻറ്റ് ഓൾട്ടർനേറ്റീവ്. ഇൻഡിപെൻഡൻസ് ഓഫ് ഇർറെലവൻറ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഇഫ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഇപ്പം നമുക്ക് എ, ബി ആൻഡ് സി 3 കാൻഡിഡേറ്റ്സ് ആണെന്ന് വിചാരിക്കാം. എക്ക് ടോട്ടൽ 100 വോട്ട്സിൽ നിന്ന് 45 വോട്ട്സ് കിട്ടി. ബിക്ക് 35ഉം സിക്ക് 20 വോട്ട്സുമാണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രിഫറൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓവർ ബി ഓവർ സി വോട്ട് എത്രയാണ്? 45. ബി ഓവർ സി ഓവർ എ 35 വോട്ട്സ്. സി ഓവർ എ ഓവർ ബി 20 വോട്ട്സ്. ഇതിൽ നിന്ന് നമ്മൾ കാൻഡിഡേറ്റ് ബിയെ മാറ്റുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ഇർറെലവൻറ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഈ ഓൾട്ടർനേറ്റീവിനെ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനാണെങ്കിലും നമ്മുടെ ടോട്ടൽ വോട്ട് വിന്നറായ എ ആയിരിക്കണം, അതിനെ ബാധിക്കാൻ പാടില്ല എന്നാണ് ഈ കണ്ടീഷൻ പറയുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ അങ്ങനല്ല. റാങ്കിങ്ങിൻ്റെ ബേസിൽ വോട്ട് ചെയ്യുമ്പോൾ ഒരാൾ മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രിഫറൻസിന് കുറച്ചുകൂടെ വോട്ട്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബിയുടെ വോട്ട്സ് എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബിയെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ. സോ എ ഓവർ ബി ഓവർ സി എന്ന് പറയുമ്പം എയുടെ വോട്ട് പ്രിഫറൻസ് എത്രയാണ്? 45 വോട്ട്സ് ആണ് എക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ബി വേണ്ടാന്ന് വെച്ചു. ബി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് ആരാ? സി ആണ്. സി ഓവർ എ. അപ്പോൾ സിക്ക് 35 വോട്ട്സ് കൂടെ കിട്ടുകയാണ് ഓൾറെഡി ഉണ്ടായിരുന്ന 20 വോട്ട്സിൻ്റെ കൂടെ. സോ ടോട്ടൽ ഓഫ് 55 വോട്ട്സ് കിട്ടി. എക്ക് പകരം ആരാ വിന്നറാവുന്നത്? കാൻഡിഡേറ്റ് സിക്കാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ കണ്ടീഷനെ നമ്മുടെ റാങ്കിങ് ബേസ്ഡ് വോട്ടിംഗ് സിസ്റ്റം ഫുൾഫിൽ ചെയ്യുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ വോട്ടിംഗ് സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. വി cannot make a social decision which will be satisfying the preference of all individuals in economics. അതാണ് നമ്മുടെ ഈ തിയറിയുടെ ജസ്റ്റ് എന്ന് പറയുന്നത്. Hope you understood and thank you for watching.